ഹലോ കൂട്ടുകാരെ, ഇന്നൊരു തക്കാളി ചട്നിയായിട്ടാണ് കേട്ടോ വന്നേക്കണത്. വേറെ കറിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ചെയ്തതാണ് കേട്ടോ. തക്കാളിയും സവാളയൊക്കെ എടുത്ത് ഒക്കെ എല്ലാം റെഡിയാക്കി അരിഞ്ഞ് ചേച്ചി വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇത് ഞങ്ങളുടെ ചേർത്തലയിലുള്ള ഒരു കറിയായിരുന്നു കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയത്. അപ്പോൾ അങ്ങനെ കടുക് മൂപ്പിച്ച് തക്കാളിയും സവാളയും എല്ലാം ഇട്ട് അതിൻ്റെ കൂട്ടത്തിൽ ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് അങ്ങോട്ട് ഇട്ട് വഴറ്റി എല്ലാം അങ്ങോട്ട് വഴറ്റി, എന്നിട്ട് തക്കാളിയും കൂടി ഇട്ട് കേട്ടോ. അങ്ങനെ തക്കാളി അങ്ങോട്ട് വഴണ്ട് വരണ നേരത്ത് എല്ലാം റെഡിയായി. അപ്പോൾ ചേച്ചിക്ക് അത് കൊണ്ടുപോകാം, ഉച്ചയ്ക്ക് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം എന്ന് വിചാരിച്ച് അങ്ങനെ എടുത്താണ് കേട്ടോ. അപ്പോൾ അതേ ഒരാൾ ഇടയിൽ വന്നേക്കാം കേട്ടോ. മമ്മി നമുക്ക് ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഫോട്ടോയൊക്കെ എടുത്ത് നേരെ തക്കാളിയൊക്കെ വഴണ്ട് നല്ല സൂപ്പറായിട്ട് വന്നു കേട്ടോ. ഇത് നമുക്കിനി ആറാൻ വെക്കണം. അതിൻ്റെ ഇടയിൽ മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടു കേട്ടോ. മഞ്ഞപ്പൊടി, ഇത്തിരി മുളക് പൊടി, എരിവ് അധികം വേണ്ടാത്തതുകൊണ്ട് ഒരു ഇച്ചിരി എരിവ്, നമ്മൾ പച്ചമുളകൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഇച്ചിരി എരിവിന് വേണ്ടി ഒരു കളറിന് വേണ്ടിയിട്ടൊക്കെ മാത്രം ഒരു ഇത്തിരി മുളക് പൊടിയൊക്കെ കൂടി ഇട്ട് ആറാനായിട്ട് അങ്ങോട്ട് വെച്ചു. എന്നിട്ട് അത് ഓഫ് ചെയ്ത് അതിന് ശേഷമൊക്കെ മിക്സിയിലൊക്കെ അടിച്ചെടുത്ത് എന്നിട്ട് നേരെ കടുക് പൊട്ടിച്ച് നമ്മൾ ആദ്യമേ ചെയ്ത പോലെ തന്നെ അങ്ങോട്ട് ചെയ്ത് അത് കഴിഞ്ഞിട്ട് നേരെ തക്കാളി അടിച്ചതും കൂടി അങ്ങോട്ട് ഒരു ഇത്തിരി വെള്ളവും കൂടി കൂട്ടിച്ചേർത്ത് അങ്ങോട്ട്